അങ്ങനെ കാത്തിരുന്ന എൻ്റെ വർക്കൗട്ടിൽ എനിക്ക് ചെയ്യാൻ അറിയാത്തതും ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഡേ വന്നെത്തി. ആര്യനാട്ടിലില്ലാത്തത് കൊണ്ടും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഞാൻ അനിലിൻ്റെ കൂടെയാണെന്ന് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ പോയത്. ആദ്യം തന്നെ 5 കിലോ വീതമുള്ള 2 ഡമ്പൽ എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് നേരെ പോലും നടക്കാനറിയാത്ത എന്നോട് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ബിഗിനർ ആയതുകൊണ്ട് നടക്കാൻ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. പിന്നെ അവസാനം എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ചെയ്ത് കുറച്ച് വഴക്കൊക്കെ കേട്ട് ഒരു വിധത്തിൽ ഞാനത് ഒപ്പിച്ചു. അതിനുശേഷം എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അത് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യത്തെ റെപ്പ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നത് കൊണ്ട് കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആ ചതി ഞാൻ മനസ്സിലാക്കിയത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ അനിലിൻ്റെ കയ്യിൽ നിന്ന് 2 അടിയൊക്കെ കൊണ്ടതിന് ശേഷം അതും ചെയ്തു. അടുത്തതായി ഞാൻ ചെയ്തത് ലെഗ് പ്രസ് ആണ്. പക്ഷേ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വെയിറ്റൊക്കെ ഇട്ടിട്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇതും ഒരു 4 റെപ്പ് ചെയ്തു. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു എന്നുള്ള സമാധാനത്തിലിരുന്നപ്പോഴാണ് അടുത്ത അംഗം. ഇതും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അരമണ്ഡലത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മതിയെന്നോർത്ത് ചെയ്തപ്പോൾ എനിക്ക് ഇരിക്കാനും എഴുന്നേക്കാനും വയ്യ. പ്രായാധിക്യമായതുകൊണ്ടാവാം. പക്ഷേ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ ചെയ്ത് അതും ഞാൻ ഒപ്പിച്ചു. എന്തായാലും തുടങ്ങിയതല്ലേ, ഇനി നമുക്ക് പോകെ